വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറേ ഹേർട്ടുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പിൽ വരച്ചതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹേർട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു മിഡിൽ പോർഷനും അല്ല, എന്നാൽ ഒരുപാട് മുകളിലും അല്ല, അങ്ങനെ ഒരു പാർട്ടിലാണ് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ഹേർട്ടുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഹേർട്ടുകളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഹേർട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഹേർട്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ നൂലുകളൂടെ കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ക്ലേയുടെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസിലെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഈ ഹേർട്ടുകളെല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അതും ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഹേർട്ടുകൾക്കും ഇതുപോലെ നൂലുകൾ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ചെറിയൊരു നോട്ടൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലെറ്റേഴ്സിനെ നമുക്ക് ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നടുഭാഗത്ത് ഹേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് കളർ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഹേർട്ടുകൾക്ക് വൈറ്റ് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഹേർട്ടുകൾക്ക് എല്ലാം വൈറ്റ് കളർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഹേർട്ടുകൾക്ക് എല്ലാം കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നൂലുകളില്ലേ, അതിനും നമുക്കൊന്ന് കളർ കൊടുക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റാലിക് കളറാണ് ഞാൻ അതിനു വേണ്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ബ്ലാക്ക് മെറ്റാലിക് കളർ നമ്മുടെ നൂലുകളിലെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നോട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ട് ഷേപ്പിലുള്ള ലെറ്ററിനും നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലെറ്റേഴ്സിന് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫിനിഷിംഗ് ലുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിൽ ഫുള്ള് അങ്ങ് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. കാരണം ഒരു ലുക്ക് എനിക്ക് തോന്നണില്ല. അപ്പം നമ്മൾ ബോട്ടിൽ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അതുപോലെ നമ്മുടെ ഹേർട്ടുകൾക്കെല്ലാം റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി. റെഡ് ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും കൊടുക്കണ്ട. എൻ്റെ റെഡ് കളർ ഇല്ല, വൈറ്റ് കളർ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ റെഡ് കളർ കൊടുത്തത്. അതിനുശേഷം ഞാൻ വൈറ്റ് കളർ വാങ്ങിയതിന് ശേഷമാണ് ബോട്ടിലിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2-3 ബോട്ടിലുകൾ ചെയ്തിട്ടുണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.